ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2022 ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2022. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ ദ മൈനർ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ട്രയാങ്കുലർ മെട്രിക്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ക്യൂ സിമെട്രിക് മെട്രിക്സ്. ആറാമത്തേൽ ഡിഫൈൻ ഹാർമോണിക് പ്രോഗ്രഷൻ. ഏഴാമത്തേൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ കൺവേർജൻറ്റ് സീരീസ്. എട്ടാമത്തത് വാട്ട് ഈസ് ആന്യൂറ്റി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. പത്താമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീഡിയൻ. 11ാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിൻ്റെ ഏതെങ്കിലും 2 മെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്. 13ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ വേരിയൻസ്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൗ ഡു യു കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് പോസിറ്റീവ് സ്ക്യൂനെസ്. ഇത്രയാണ് ആദ്യത്തെ സെക്ഷനിൽ. ഒരു പ്രോബ്ലം പോലും ചോദിച്ചിട്ടില്ല. 2021 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ ഒരു ചെറിയൊരു പ്രോബ്ലം ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 18 + 10x + 3x = 106 - 5x. 17ാമത്തെ ക്വസ്റ്റ്യനിൽ സോൾവ് ദ ഇക്വേഷൻ x² + 7x = 60. 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിറ്റർമിനൻറ്റ് കാണാൻ വേണ്ടി തന്നിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ 10th ടേം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. 4, 8, 12 കഴിഞ്ഞിട്ട് 10th ടേം എന്താണെന്നുള്ളത്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ 3 numbers in ascending order in geometric progression such that their product is 729. Find the middle number. 21st questionil calculate simple interest and amount at the end of the 7th year for ₹15,000 at 9% per annum. 22nd questionil find the median for the values 85, 57, 63, 9, 74, 34, 36, 93. 23rd questionil calculate arithmetic mean from the following data. വാല്യൂസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. വാല്യൂസ് 10, 20, 30, 40, 50. ഫ്രീക്വൻസി 5, 8, 12, 17, 15. ഇത്രയാണ് രണ്ടാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പാർട്ട് സിയിലേക്ക് പോവുകയാണെങ്കിൽ 24ാമത്തെ ക്വസ്റ്റ്യനിൽ സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ യൂസിങ് ക്രാമേഴ്സ് റൂൾ. അപ്പോൾ ഈ ഒരു ക്രാമേഴ്സ് റൂള് നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2x + 3y = 7, 4x + 2y = 10. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ₹5,000 for 5 years if interest is payable annually at 5% per annum. 26ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ 8th term and 9th term of the geometric progression 5, 10, 20. 27ാമത്തെ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഫ്രം ദ ഫോളോയിങ് വാല്യൂസ്. സൈസ് തന്നിട്ടുണ്ട് 2, 4, 6, 8, 10, 12. ഫ്രീക്വൻസി 2, 4, 5, 6, 7, 8. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2020 21 കഴിഞ്ഞ് 22ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്കൊരു സിമിലർ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനില്ല, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്നല്ല. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും സ്ക്യൂനെസ്സും അതേപോലെ തന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യാനും ഇൻട്രസ്റ്റ് എന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. അല്ലാതെ റിപ്പീറ്റേഷൻ എന്ന് പറയാനില്ല. തിയറി എനിക്ക് തോന്നുന്നു അത്ര റിപ്പീറ്റൊന്നും ചെയ്തിട്ടില്ല. എല്ലാറ്റിന്നും എല്ലാ ചാപ്റ്ററിനും ചോദിച്ച പോലെയാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.